ഭാഗവതത്തിൽ ആരംഭത്തിൽ വരുന്നതാണ് 2 വയസ്സായ ആളുകളാണ്. ഒരമ്മ ജീവിതം മുഴുവൻ വേദനിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് ഒരു കംപ്ലൈൻറ്റും ഇല്ല എന്ന് പറയണു. മറ്റേത് എണീക്കാൻ വയ്യ, ശരീരം മുഴുവൻ വേദനയാണ്, ശരപഞ്ചരത്തിലാണ് കിടക്കുന്നത്. അപ്പോഴും ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കണം. വലിയ ലാഭമാണ്. വാർദ്ധക്യത്തിൽ ഒട്ടും വയ്യാതാകുമ്പോഴാണ് ഒക്കെ മറന്നു പോവുക. അപ്പോഴും മറന്നു പോയിട്ടില്ലെങ്കിൽ അധ്യാത്മമായിട്ട് വിജയിച്ചു എന്നർത്ഥം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പാണ്ഡവകുലം ഒരു പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യം ഇത്രയ്ക്കധികം അനുഭവിച്ച ഒരു കുടുംബം വേറെ ഉണ്ടാവില്ല. എപ്രകാരമാണോ ഒരു തള്ളപ്പക്ഷി ആപത്ത് വരുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിലേക്ക് ചേർത്ത് രക്ഷിക്കുന്നത്, അതേ വിധത്തിൽ ഏതൊക്കെ ആപത്തുകളാണോ ഈ പാണ്ഡവന്മാരെ പിടികൂടാനായി വരുന്നത്, ആ രംഗത്തിലൊക്കെ കാരുണ്യ ചിറക് വിടർത്തി ഭഗവാൻ കുന്തിദേവിയെയും ആ മക്കളെയും രക്ഷിക്കുന്നു. സർവ്വവിധത്തിലും അത്തരത്തിലുള്ള ഒരു രംഗത്തെ പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത് വ്യാസമഹർഷി. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നതായ ദുര്യോധനൻ്റെ അരികിലേക്ക് ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് കടന്നു വരുന്നതും പാഞ്ചാലിയുടെ 5 കുട്ടികളെയും താൻ വെട്ടിക്കൊന്നു എന്ന് അഭിമാനത്തോടെ പറയുന്നതുമായ രംഗം. ദുര്യോധനൻ ആകെ അവസാനം മരിക്കാറാവുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, നീ ചെയ്തത് നന്നായില്ല. ഇവിടെ പാണ്ഡവന്മാർ അറിഞ്ഞു തൻ്റെ മക്കളൊക്കെ മരിച്ചു എന്നുള്ള കാര്യം. അർജുനൻ അതിഗംഭീരമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. ആരാണോ തൻ്റെ കുട്ടികളെ കൊന്നത്, അതാരായാലും ശരി, വിലാളി വീരനായ താൻ അയാളെയും കൊല്ലും എന്ന് സത്യം ചെയ്തു. സത്യം ചെയ്ത് കഴിഞ്ഞ് അർജുനൻ കൃഷ്ണൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്തേ, തന്നെ കൊണ്ട് ഇതേ പറ്റുള്ളൂ. അർജുനനെ കൊണ്ട് ആകെ പറ്റണ ഒരു പരിപാടി സത്യപ്രതിജ്ഞ ചെയ്യല. അതിന് മുൻപിൽ ഗോവിന്ദപ്രിയ സാരഥി, പാർത്ഥസാരഥിയായ ഭഗവാൻ മുൻപിലിറങ്ങണം. അത് ഭാഗവതത്തിൽ നമുക്ക് സന്താനഗോപാലം തുടങ്ങിയ ചരിതങ്ങളിൽ കാണാം. ഏതായാലും ഭഗവാന്റെ സഹായത്തോടെ അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് വധിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോഴാണ് പാഞ്ചാലി അഴിച്ചുവിടാനായി അറിയിച്ചത്. ഇവിടെ നിറഞ്ഞ സഭയിൽ വെച്ച് അഭിമാനിയായ അശ്വത്ഥാമാവിനെ അപമാനിച്ചിറക്കി വിട്ടു അർജുനൻ. അപമാനം ക്രമേണ പ്രതികാരമായി മാറി. പ്രതികാരദാഹിയായ അശ്വത്ഥാമാവ് പാണ്ഡവകുലത്തെ മുച്ചൂടും നശിപ്പിക്കാൻ ഒരു ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിക്കുന്നു. ഈ ബ്രഹ്മാസ്ത്രം പാണ്ഡവന്മാരുടെ നേരെയല്ല, പാഞ്ചാലിയെയോ കുന്തിദേവിയോ അല്ല ലക്ഷ്യമിട്ടത്, ഉത്തരാദേവിയുടെ നേരെയാണ്. കാരണം പാണ്ഡവന്മാർക്ക് ഇനി അധിക കാലമൊന്നും ആയുസ് ഉണ്ടാവില്ല. അപ്പം ഈ പാണ്ഡവ കുലത്തിന് ഇനിയൊരു അനന്തരാവകാശി വരാതിരിക്കണമെങ്കിൽ ഉത്തരാഗർഭത്തിൽ വളരുന്ന അഭിമന്യുപുത്രൻ ഇല്ലാണ്ടാവണം. അതുകൊണ്ട് ആ ഉത്തരാഗർഭം ലക്ഷ്യമായിട്ടാണ് ബ്രഹ്മാസ്ത്രത്തിൻ്റെ വരവ്. തന്നെയും തൻ്റെ ഗർഭത്തിൽ കിടക്കുന്നതായ ആ ശിശുവിനെയും വധിക്കാനായി നശിപ്പിക്കാനായി വരുന്ന ബ്രഹ്മാസ്ത്രത്തെ കണ്ട് ഉത്തരാദേവി ഭഗവാന്റെ പാദത്തിലേക്ക് ശരണാഗതി ചെയ്യുന്നു. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപതേ നാന്യം ത്വദഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. ഭഗവാനെ, മറ്റേതൊരവസ്ഥയിലും വേറെ ആരെങ്കിലും നമുക്ക് ആശ്രയിക്കാം. ഇപ്പം പണമില്ലാച്ചാൽ അത് തരാൻ, വീടില്ലാച്ചാൽ അത് തരാൻ, ഭൂമിയില്ലാച്ചാൽ അത് തരാനൊക്കെ ആരെങ്കിലും നമുക്ക് ഈ ലോകത്തുണ്ടായേക്കാം. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ അങ്ങയെ അല്ലാതെ വേറെ ഞാൻ ആരെ ആശ്രയിക്കും? എപ്പോൾ? മൃത്യു പരസ്പരം. മൃത്യു മുൻപിൽ വന്നു നിൽക്കുന്നതായ ഈ ഒരു രംഗത്തിൽ അങ്ങയെ അല്ലാതെ മറ്റൊരാളെയും എനിക്ക് ആശ്രയിക്കാനില്ല. ഇനി ഞാൻ മരിക്കുന്നതിലല്ല, പിന്നെയോ എൻ്റെ ഗർഭത്തിൽ വളരുന്നതായ പാണ്ഡവന്മാരുടെ അനന്തരാവകാശി, ആ കുട്ടിക്കൊരാപത്തും വരുത്തരുതേ എന്ന പ്രാർത്ഥനയോടെ ഭഗവാന്റെ പാദത്തിലേക്ക് ഉത്തരാദേവി ശരണാഗതി ചെയ്യുന്നതും ഭഗവാൻ ആ ഉത്തരാഗർഭത്തിലുള്ളതായ ശിശുവിനെ സർവ്വവിധത്തിലും തൻ്റെ
താമര കണ്ണുകളെ കൊണ്ടുള്ള കടാക്ഷം കൊണ്ട് അവിടെ സംരക്ഷിച്ചു. അടുത്ത നിമിഷം നശിച്ചു പോകുമെന്ന് കരുതിയ തൻ്റെ കുലത്തെ വീണ്ടും കാരുണ്യത്തണലു നൽകി അനുഗ്രഹിച്ചതായ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിലേക്ക് പാണ്ഡവ മാതാവായ കുന്തിദേവി വീണ് നമസ്കരിക്കുന്ന സ്തുതിയാണ് രംഗം. അപ്പോൾ ഒരു പക്ഷേ ഭഗവാന് ആ അമ്മയുടെ സ്തുതി കേൾക്കാൻ മോഹം വന്നപ്പോൾ ഇങ്ങനൊരു സന്ദർഭമാക്കിയതാണോ, ഉണ്ടാക്കിയതാണോ എന്ന് പോലും നമ്മൾ കരുതണം. കാരണം ഗജേന്ദ്രൻ്റെ ആ ഒരു സ്തുതി അത് കേൾക്കാൻ വേണ്ടിയിട്ടാണോ മുതലയെ കൊണ്ട് ഘടിപ്പിച്ചത് എന്ന് പോലും സംശയം തോന്നും ചിലപ്പോൾ. ഇതേപോലെ ഇവിടെ ഈ ഒരു സന്ദർഭത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിലേക്ക് നമസ്കരിക്കാൻ തീരുമാനിക്കുന്നത്. ഇതിനു മുമ്പും എത്രയോ തവണ ആ അമ്മ കൃഷ്ണനെ നമസ്കരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എത്രയോ തവണ ഭഗവാൻ തന്നെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഭഗവാനോട് ഇതുപോലെ നമസ്കരിച്ചൊരു നന്ദി പറയണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഭഗവാനെ നമസ്കരിക്കാൻ തലയൊന്ന് താഴ്ത്തുമ്പോഴേക്കും കുന്തിദേവി കാണുക തൻ്റെ പാദത്തിൽ നമസ്കരിച്ച് കിടക്കുന്ന കൃഷ്ണനെയാണ്. അപ്പം പിന്നെ അങ്ങോട്ട് നമസ്കരിക്കാൻ പറ്റില്ലല്ലോ. ഇത്തവണ അതിന് സമയം കൊടുക്കാതെ ഭഗവാന്റെ പാദത്തിലേക്ക് നമസ്കരിക്കുന്നു. നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. എന്താ ഈ നമസ്കാരത്തിൻ്റെ മാഹാത്മ്യം എന്നാണെങ്കിൽ, മറ്റ് ഏതൊരു ഉപാസന ചെയ്യുമ്പോഴും ചിലപ്പോൾ നമുക്ക് അഹങ്കാരം പിടികൂടിയേക്കാം. എന്നാൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന ആ ഒരു സമയത്ത് അഹങ്കാരം നമ്മളിൽ നിന്ന് അല്പസമയമെങ്കിലും വിട്ടുനിൽക്കും. പിന്നെ ഭഗവാന്റെ വലുപ്പം അത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഭഗവാന്റെ ചോട്ടിൽ ഒന്ന് നമസ്കരിക്കണം അല്ലേ. താഴെ നമസ്കരിച്ചിട്ട് മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഭഗവാന്റെ വലുപ്പം ശരിക്കും മനസ്സിലാവുക. ഇവിടെ ആ കുന്തിദേവി നമസ്കരിക്കുന്നു. ആരെ? കേവലം ദ്വാരകയിൽ നിന്ന് വന്ന തൻ്റെ സഹോദരൻ്റെ മകനായ ഒരു കൃഷ്ണനെയല്ല, പുരുഷം. മുൻപ് ഇവിടെ പറഞ്ഞതുപോലെ സകല പുരങ്ങളിലും ചൈതന്യമായി, സകല ശരീരങ്ങളിലും ചൈതന്യമായി ശോഭിക്കുന്ന ആ ഭഗവാനെയാണ് നമസ്കരിക്കുന്നത്. ആദ്യം, ഇവിടെ ആദ്യമേ ഉണ്ടായവൻ അല്ലേ. എല്ലാ തരത്തിലും ഉണ്ടായ ഒരാളാണെങ്കിൽ ഉറപ്പാണ് നശിക്കും. ഇവിടെ ആദ്യമേ ഉള്ളവനായി ശോഭിക്കുന്ന ഈശ്വരം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് നിയന്ത്രിക്കുന്നതായ പ്രകൃതയെ പരം, പ്രകൃതിയെപ്പോലും നിയന്ത്രിക്കാൻ സാധിക്കുന്നവനായ ഭഗവാനെ ഇതാ നമസ്കരിക്കുന്നു. അപ്പോൾ ഈ ഒരു ആദ്യത്തെ ഒരു ശ്ലോകത്തിൽ തന്നെ ഭഗവാന്റെ അനേക മഹാത്മ്യങ്ങൾ ഒപ്പം കുന്തിദേവി ഇവിടെ ഭഗവാന്റെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. ശരി, ഇത്രയൊക്കെ കേമനാണ് ഭഗവാൻ അല്ലേ. പുരുഷനാണ്, ആദ്യമേ ഉള്ളവനാണ്, ഈശ്വരനാണ്, പ്രകൃതിയെപ്പോലും നിയന്ത്രിക്കാൻ ശക്തിയുള്ളവനാണ്. ഇത്രയൊക്കെ കേമനാണ് ഈ ഈശ്വരൻ എന്നുണ്ടെങ്കിൽ, ഭഗവാൻ എന്നുണ്ടെങ്കിൽ എവിടെയാണ് ഭഗവാൻ ഉള്ളത്? ഇപ്പോൾ ഭഗവാൻ എവിടെ പോയാലാ കാണാൻ പറ്റുക? ഇപ്പം എവിടെയാണ് ഭഗവാൻ ഉണ്ടാവുക? ഇപ്പോൾ 12:15 എവിടെ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, വേറെ ആരെക്കുറിച്ചെങ്കിലും ആണെങ്കിൽ നമുക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഭഗവാനെക്കുറിച്ച് കൃത്യമായിട്ടൊരു സ്ഥലം, ഭഗവാനെക്കുറിച്ച് കൃത്യമായൊരു രംഗം നമുക്ക് പറയാൻ സാധിക്കില്ല. അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. കാരണം സർവചരാചരങ്ങളുടെയും അകത്തും പുറത്തുമായിട്ട് അവൻ കുടികൊള്ളുന്നു അല്ലേ. പ്രപഞ്ചത്തിലെ മുഴുവൻ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു. ഇവിടുന്ന് ഇപ്പോൾ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമുണ്ട്. ഇവിടുന്ന് ഗുരുവായൂരേക്ക് പോകാൻ കുറച്ച് ദൂരമുണ്ട്. ഗുരുവായൂരിറങ്ങി അവിടെ കിഴക്കേ നടയിൽ ക്യൂ നിന്ന് ഗോപുരം കടന്ന് ശ്രീകോവിൽ, ചുറ്റമ്പലം, ശ്രീകോവിൽ, ശ്രീകോവിലിനകത്ത് പീഠം, പീഠത്തിൻ്റെ മുകളിൽ ഉപപീഠം, അതിൻ്റെ മുകളിലിരിക്കുന്ന ആളാണ് ആര്? ഗുരുവായൂരപ്പൻ എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഗുരുവായൂരപ്പ എന്ന് വിളിക്കണത് വിഡ്ഢിത്തം അല്ലേ. കാരണം ഇവിടുന്ന് ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ ഇവിടെ താഴത്തുള്ള ആൾക്കാരെന്നെ കേൾക്കില്ല. അപ്പോൾ പിന്നെ എത്രയോ ദൂരത്തുള്ള ഭഗവാൻ എങ്ങനെയാണ് കേൾക്കുക? നമ്മൾ വിളിക്കുന്നത് പോട്ടെ, എത്രയോ ദൂരത്തുള്ള ആൾക്കാർ, ഇപ്പം അമേരിക്കയിലുള്ള ഒരു ഭക്തൻ അവിടുന്നും വിളിക്കുന്നു ഗുരുവായൂരപ്പ.
അപ്പോൾ ഒരിക്കലും ഭഗവാനെ വിളിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ഈ ദൂരം അല്ലെങ്കിൽ ദേശം എന്നുള്ളത് ഒരു തടസ്സമായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് ആർക്കെങ്കിലും ഭഗവാനെ വിളിക്കുന്ന സമയത്ത് ഇത്ര ദൂരത്ത് എന്ന് തോന്നിയിട്ടാണോ വിളിക്കുന്നത്? അല്ല, വളരെ അടുത്ത്, എൻ്റെ വിളി കേൾക്കാൻ പാകത്തിന് ഭഗവാനുണ്ട് എന്ന ഭാവത്തിലാണ് നമ്മളൊക്കെ ഭഗവാനെ വിളിക്കുന്നത്. പോരാ, ഭഗവാനെ ആശ്രയിക്കാൻ നമുക്ക് പിന്നെ കാലം എന്നുള്ളതും തടസ്സമല്ല, സമയം. അല്ലേ, വേറെ ആരെങ്കിലും നമ്മൾ വിളിക്കുന്ന സമയത്ത് സമയം നോക്കിയിട്ടൊക്കെ വിളിക്കുള്ളൂ. അല്ലേ, ഇനിയിപ്പോൾ വിളിക്കണ്ട, അയാൾ കിടന്നിട്ടുണ്ടാവും, ഇനിയിപ്പോൾ വിളിക്കണ്ട, അയാൾ ഓഫീസിൽ പോയിട്ടുണ്ടാവും എന്നൊക്കെ നമ്മൾ സമയം വെച്ചിട്ടാണ് വിളിക്കുക. എന്നാൽ ഭഗവാനെ വിളിക്കാൻ രാത്രി 2:30 എന്തെങ്കിലും വേവലാതി വന്നാൽ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാൻ പുറപ്പെട്ടപ്പോൾ ആദ്യം വാച്ച് നോക്ക്, ആയിട്ടില്ല, 3 മണിയാവണ്ടേ, 3 മണി ആയിട്ട് വിളിക്കാം എന്ന് വിചാരിച്ച് കാത്തിരിക്കാറുണ്ടോ? ഇല്ല. കാരണം എന്താ വെച്ചാൽ ഭഗവാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭക്തനെ സംബന്ധിച്ച് ഭഗവാനെ വിളിക്കാൻ കാലമോ ദേശമോ ഒരു തടസ്സമായിട്ടില്ല എന്നുണ്ടെങ്കിൽ സർവചരാചരങ്ങളുടെയും അകത്തും പുറത്തുമായിട്ട് ഭഗവാൻ കുടികൊള്ളുന്നു. സർവചരാചരങ്ങളുടെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നവനാണ് ഈശ്വരൻ. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര സൗകര്യത്തിൽ സ്വാതന്ത്ര്യത്തിൽ ഭഗവാനെ എവിടെ ഇരുന്നും വിളിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഭഗവാനുണ്ടല്ലോ എന്ന് നമ്മൾ കരുതുമ്പോൾ ഭഗവാൻ നമ്മളോട് പറയുന്നത് യഥാർത്ഥത്തിൽ നിൻ്റെ അടുത്തല്ല, നിൻ്റെ അകത്താണ് ഞാനുള്ളത്. അകത്ത് ഭഗവാനുണ്ടോ, അകത്ത് നാരായണനുണ്ടോ എന്ന് വിചാരിച്ച് കണ്ണടച്ചാൽ നാരായണനെ കാണുന്നുണ്ടോ? കാണുന്നൊക്കെ ഉണ്ട്. 2-3 നാരായണന്മാരെ കാണുന്നുണ്ട്. ആ നാരായണന്മാരെ അല്ല, കാണേണ്ട നാരായണനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെന്താ കാരണം? മായായവനികാച്ഛന്നം. അല്ലേ, ഇവിടുന്ന് ഈ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്, ഇവിടുന്ന് ഈ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് നമുക്ക് അനുഭവമുണ്ട്. പക്ഷേ പുറത്തേക്കെത്തി ചെരുപ്പം കിട്ടാൽ ഇതെല്ലാം നമ്മൾ മറന്നു പോകണോ എന്നുണ്ടെങ്കിൽ ഒരു കർട്ടൻ, ഒരു യവനിക വന്ന് നമ്മുടെ മുൻപിൽ വീഴുന്നുണ്ട്. ആ മായയാകുന്നതായ അജ്ഞാനമാകുന്നതായ യവനികയുടെ ഉള്ളിൽ പെട്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഭഗവാൻ ഏതൊക്കെ രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വന്നാലും ചിലപ്പോൾ നമുക്കതൊരു അഭിനയമായിട്ട് ഭഗവാന്റെ അഭിനയത്തിൽ വീണു പോകുന്നു നമ്മൾ. നടോ നാട്യധരോ യഥാ, എപ്രകാരമാണോ ഒരു നടൻ്റെ അഭിനയത്തിൽ സാധാരണ ഒരു കാണിയായിട്ടുള്ള ആൾ വീണു പോകുന്നത്, അതേപോലെ ഭഗവാന്റെ മഹിമ അറിയാതെ ആ ഭഗവാന്റെ നാട്യത്തിൽ വീണു പോകുന്നു. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഈശ്വരഭാവത്തെ തിരിച്ചറിഞ്ഞ ആൾക്കാരുണ്ട്. ആരാ അവർ? പരമഹംസന്മാർ. അല്ലേ, സർവത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരഭാവത്തെ മാത്രം അനുഭവിച്ചതായ ഋഷീശ്വരന്മാർ. ആ പരമഹംസന്മാരെ സംബന്ധിച്ച് ഭഗവാനെ കാണാനൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം അവർ ഭഗവാനെ മാത്രം കാണുന്ന ആൾക്കാരാണ്. എന്നാൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഈ ഗുണങ്ങളുടെ അടിമയായ ഒരു ജീവന് എങ്ങനെ ഭഗവാനെ കാണാൻ പറ്റും? ഭഗവാനെക്കുറിച്ച്, പരബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് തന്നെ ഗുണാതീതം അവ്യക്തമേകം തുരീയം പരംബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ. ഗുണാതീതനായിരിക്കുന്ന ഈശ്വരനെ ഗുണങ്ങളുടെ അടിമയായ നമുക്കെങ്ങനെ കാണാൻ പറ്റും? രൂപാതീതനായിരിക്കുന്ന, നാമാതീതനായിരിക്കുന്ന ഈശ്വരനെ ഇതൊക്കെ അനുഭവിച്ച്, ഇല്ലെങ്കിൽ ഇതുമാത്രം അനുഭവമായി കരുതുന്ന നമ്മളെ സംബന്ധിച്ച് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഈ പറയുന്ന പരബ്രഹ്മം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി ഈ പറഞ്ഞ സകല പദവികളെയും വിട്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത്. ഗുണങ്ങളെ സ്വീകരിച്ച്, രൂപനാമാദികളെ സ്വീകരിച്ച് ഇറങ്ങി വന്നതിനെയാണ് നമ്മൾ അവതാരം എന്ന് വിളിക്കുക. അത്തരത്തിൽ എത്രയോ അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. എങ്കിലും ഇവിടെ കൃഷ്ണാവതാരത്തിൻ്റെ മാഹാത്മ്യവും മാധുര്യവും ഒട്ടധികം പറയുന്നു കുന്തിദേവി. എത്രയോ അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ടെങ്കിലും കൃഷ്ണാവതാരത്തിനൊരു പ്രാധാന്യമുണ്ട്. എന്താ പ്രാധാന്യം? കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയിൽ. ഏത് വികാരവും തന്നിലേക്ക് ചേർത്താൽ അത് ഭക്തിയാക്കി അനുഗ്രഹിക്കാനുള്ള കാരുണ്യം ഭഗവാനുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷ്ണലീലകളിൽ എങ്ങനെയെങ്കിലും ഭഗവാന്റെ മുൻപിലേക്ക് എത്തിയവർക്കൊക്കെ ഭഗവാൻ അനുഗ്രഹം ചൊരിഞ്ഞതായി നമുക്ക് കാണാം. ഇവിടെ സർവവിധത്തിലും ആ ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ പ്രാധാന്യം അല്ലേ
എത്രയോ അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ടെങ്കിലും കൃഷ്ണനോട് നമുക്ക് ഒരു ചേർച്ച അധികമുണ്ട്. എൻ്റെ ശ്രീരാമ, എൻ്റെ നരസിംഹമൂർത്തേ, എൻ്റെ കൂർമാവതാരമൂർത്തേ എന്നൊക്കെ വിളിക്കുന്നവരുണ്ടാവാം അപൂർവമായിട്ട്. പക്ഷെ എൻ്റെ എന്ന് വിളിക്കുമ്പോഴേക്കും എൻ്റേതായിത്തീരുന്ന ഒരവതാരം അത് കൃഷ്ണാവതാരം തന്നെയാണ്. അപ്പം എന്തിനാ കൃഷ്ണാവതാരം എന്ന് വെച്ചാൽ നമ്മളെപ്പോലെയുള്ളതായ സാധാരണക്കാർക്ക് ഏതൊരു തരത്തിലുള്ളതായ പ്രാരബ്ധങ്ങളിൽ നിന്നും തൻ്റെ കഥകളെ കൊണ്ടും കീർത്തനങ്ങളെ കൊണ്ടും കൈപിടിച്ച് പരമഹംസഗതൗലഭേത, പരമഹംസ പദവിയിലേക്ക് ഉയർത്താൻ വേണ്ടി ആ ഭഗവാൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു കൃഷ്ണനായിട്ട്. സ്റ്റെപ്പ് കയറി പോകുന്നതാരാ? ഒരച്ഛനും കുട്ടിയും. അച്ഛൻ വളരെ വേഗത്തിൽ കയറി മുകളിലെത്തി. കുട്ടി താഴത്ത് തന്നെ പരിഭ്രമിച്ച് കണ്ടു നിൽക്കുക, എനിക്കിതുപോലെ കയറാൻ പറ്റുന്നില്ലല്ലോ എന്ന ഭാവത്തിൽ. അപ്പോൾ ഈ അച്ഛനൊരു കാരുണ്യം തോന്നി കുട്ടിയോട്. എന്ത് ചെയ്തു? ഈ കയറിയ അച്ഛൻ വീണ്ടും തിരിച്ചു വന്ന് ആ കുട്ടിയുടെ കയ്യും പിടിച്ച് ഒപ്പം മുകളിലേക്ക് കയറണില്ലേ? അതുപോലെ പരബ്രഹ്മമാകുന്നതായ ആ ചൈതന്യം നമ്മളെപ്പോലെയുള്ള കുട്ടികളോടുള്ള കാരുണ്യം കൊണ്ട് ഇറങ്ങി വന്ന് കൈപിടിച്ച് പരമഹംസ പദവിയിലേക്ക് ഉയർത്തുന്നു. അതിനാണ് ഇത്രയും അവതാരങ്ങൾ. അതിലേറ്റവും ശ്രേഷ്ഠമായി നമ്മൾ കാണുന്നു കൃഷ്ണാവതാരത്തെ. അതുകൊണ്ട് കുന്തിദേവി ഭഗവാനെ വിശേഷിച്ച് നമസ്കരിക്കാൻ ഒരു മന്ത്രം, അല്ലേ, പണ്ടത്തെ മുത്തശ്ശിമാർ എന്തെങ്കിലുമൊക്കെ ഉപദേശമന്ത്രം പോലൊരു മന്ത്രം കരുതാറുണ്ടല്ലോ, അതുപോലെ ഭാഗവതത്തിലെ മുത്തശ്ശിയായിരിക്കുന്ന കുന്തിദേവി നമുക്ക് ഒരു ഉപദേശമന്ത്രം തന്നു. അതാണ് കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണനായിക്കൊണ്ട് ആ കൃഷ്ണാവതാരം എന്ന മഹാത്ഭുതത്തെ, അദ്ഭുതാവതാരത്തെ ആദ്യം കണ്ടത് വസുദേവരാണ്, അല്ലേ? വസുദേവ ഐക്ഷത. അതുകൊണ്ട് വാസുദേവനായിക്കൊണ്ട്. പക്ഷെ വസുദേവര് കാണുമ്പോൾ ഭഗവാൻ ശംഖചക്ര ഗദാധാരിയായിട്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഈ മാനുഷ ബാലവേഷത്തിലേക്ക് ഭഗവാൻ മാറിയത് ദേവകി എന്ന അമ്മയുടെ ഒരു പ്രാർത്ഥന കൊണ്ടാണ്. ദേവകി പറഞ്ഞു, ഇങ്ങനെയുള്ള രൂപമൊന്നും കണ്ടു നിൽക്കാൻ എൻ്റെ സാധാരണ ഹൃദയത്തിന് സാധിക്കുന്നില്ല, അതുകൊണ്ട് എൻ്റെ മകനായിട്ട് എന്ന ഭാവത്തിൽ എനിക്ക് എടുത്ത് ലാളിക്കാൻ ഈ രൂപത്തെ ഒന്ന് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇന്ന് നമ്മൾ കാണുന്ന നീലബാലനായിട്ട് ഭഗവാൻ മാറിയത്. അതുകൊണ്ട് ദേവകീ നന്ദനായ ച, ദേവകീപുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചുവെങ്കിലും ഇന്ന് കൃഷ്ണലീലകളിലെല്ലാം മധുരാണ്. ശ്രീകൃഷ്ണലീലകളെല്ലാം മധുരമാണെങ്കിലും ആ മധുരത്തിൽ ഒരല്പം കൂടി മധുരം ചേർത്താൽ അതാണ് ബാലലീല, അല്ലേ? ശുഗബ്രഹ്മർഷി പോലും ഇത്തം ഹരേർ ഭഗവതോ രുചിരാവതാര വീര്യാണി ബാലചരിതാനി എന്ന് ഭഗവാന്റെ ബാലലീലയെ എടുത്ത് മധുരമുള്ളതായിട്ട് പറയുന്നുണ്ട്, അല്ലേ? പഴയ കാലത്തൊക്കെ ഈ സദ്യക്ക് പായസം വിളമ്പുക, രസത്തിന് പപ്പടം വിളമ്പുക, അങ്ങനെ ഓരോ കോമ്പിനേഷൻ ഉണ്ടല്ലോ. അതുപോലെ പായസം വിളമ്പിയാൽ പഴയ കാലത്ത് പായസത്തിൻ്റെ പിറകെ പഞ്ചസാര വിളമ്പുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു പഴയ കാലത്ത്. പായസത്തിന് എന്നാൽ അതും വാങ്ങും ചില ആൾക്കാർ, പായസത്തിന് മധുരം കുറവാണെങ്കിൽ. അതുപോലെ പായസം എന്ന് പറഞ്ഞാൽ തന്നെ മധുരമുള്ളതാണ്, അതിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്താലോ. അതുപോലെയാണ് കൃഷ്ണാവതാരത്തിൽ ഭഗവാന്റെ ബാലലീലകൾ. അങ്ങനെ ആ ബാലലീലകൾ മുഴുവൻ അനുഭവിച്ചത് നന്ദഗോപാദികളാണ്. അതുകൊണ്ട് നന്ദഗോപകുമാരായ. ഇനി കൃഷ്ണൻ ഈ പറയുന്ന ആൾക്കാർക്ക് മാത്രമാണോ അനുഗ്രഹം കൊടുത്തത്? അല്ല, ഗോവിന്ദായ. അന്നത്തെ സർവ്വവിധത്തിലുള്ളതായ പശുപക്ഷി മൃഗാദികൾക്കും ഭഗവാൻ അനുഗ്രഹം കൊടുത്തു. അങ്ങനെയുള്ളതായ ആ ഭഗവാനെ നമസ്കരിക്കുന്നു. പങ്കജനാഭനായ പത്മനാഭനായ ഭഗവാനെ നമസ്കരിക്കുന്നു എന്നൊക്കെ സൂചിപ്പിച്ച് അവസാനം കുന്തിദേവി ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാനെ, ഇടയ്ക്കൊക്കെ എന്നോടുള്ള അങ്ങയുടെ സ്നേഹം കാണുമ്പോൾ, ഇടയ്ക്കൊക്കെ എന്നോടുള്ള അങ്ങയുടെ ആ ഒരു അടുപ്പം കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അങ്ങയുടെ അമ്മ ഞാനാണോ എന്നെനിക്ക് തോന്നാറുണ്ട്. കാരണം സ്വന്തം അമ്മയായ ദേവകിയോട് ഒരു പക്ഷേ അങ്ങ് ഇത്ര കാരുണ്യം ചൊരിഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. യഥാ ഋഷികേശ ഖലേന ദേവകീ
അല്ലേ? പറയുമ്പോൾ ദേവകീ വസുദേവന്മാരുടെ മഹാഭാഗ്യമാണ് ഭഗവാൻ പുത്രനായിട്ട് വന്നത്, കൃഷ്ണാവതാരം. അല്ലേ? പറയുമ്പോൾ നമ്മൾ പറയും എന്തൊരു ഭാഗ്യ ദേവകിക്ക്, എന്തൊരു ഭാഗ്യ വസുദേവർക്ക് എന്നൊക്കെ പറയും. പക്ഷേ ആ ഒരു ഭാഗ്യം അനുഭവിക്കാൻ അവരനുഭവിച്ചതായ വിഷമങ്ങൾ എത്രയാണ്, അല്ലേ? ഇപ്പോൾ ഭഗവാൻ നമുക്കൊരു ഓഫർ വയ്ക്കുകയാണ്. കൃഷ്ണൻ നമ്മുടെ മകനായിട്ട് വരാൻ തയ്യാറാണെന്ന് വിചാരിക്കുക. ദേവകീ വസുദേവരുടെ പുത്രനായിട്ട് അവതരിച്ചതുപോലെ നമ്മുടെ മകനായിട്ട് കൃഷ്ണൻ വരാൻ തയ്യാറാണ് എന്ന് വിചാരിക്കുക. പേടിക്കണ്ട, വരുമൊന്നുമില്ല. എന്നാലും അങ്ങനെ ഒരു ഓഫർ വച്ചു എന്ന് വിചാരിക്കുക. നമ്മുടെ മകനായിട്ട് കൃഷ്ണൻ വരാൻ തയ്യാറുണ്ടെങ്കിൽ സന്തോഷാവുമോ? 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 കൃഷ്ണൻ നമ്മുടെ മകനായിട്ട് വരണമെങ്കിൽ സന്തോഷാവില്ലേ? സന്തോഷാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആദ്യം ഈ ദേവകി അനുഭവിച്ചതൊക്കെ അനുഭവിക്കണം, എന്നിട്ടേ കൃഷ്ണൻ മകനായിട്ട് വരുള്ളൂ. ഇനി ഞാൻ ചോദിക്കട്ടെ, സന്തോഷാവുമോ? ഞങ്ങൾക്ക് കൃഷ്ണാവതാരം പറയാം, കൃഷ്ണാവതാരം പാടാം, അത്രയും നമ്മളെ കൊണ്ട് പറ്റൂ. അപ്പോൾ ആ കൃഷ്ണാവതാരം എന്ന പുണ്യത്തിലേക്ക് എത്താൻ ദേവകീ വസുദേവന്മാർ അനുഭവിച്ച അനുഭവങ്ങൾ ചെറുതല്ല. നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ ചെറിയൊരു കഷ്ടപ്പാട് അനുഭവിക്കാൻ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കസേരയ്ക്ക് ഇങ്ങനൊരു കൈ ഇല്ലെങ്കിൽ തന്നെ ഭാഗവതം കേൾക്കുമ്പോൾ ഒരു സുഖം പോരാന്ന് തോന്നുന്ന ആൾക്കാരാണ് നമ്മളപ്പോൾ. ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ ചെറിയൊരു മെനക്കേട് നമുക്ക് പറ്റണില്ലെങ്കിൽ നമ്മുടെയൊക്കെ മകനായിട്ട് കൃഷ്ണൻ വരും എന്ന് ചിന്തിക്കും കൂടി വേണ്ട. പക്ഷേ കുന്തിദേവി നമ്മളോട് പറയുന്നു അതിന് വഴിയുണ്ട്. എന്താ വഴി? ശൃണ്വന്തി ഗായന്തി ഗൃണന്ത്യഭീക്ഷ്ണശ സ്മരന്തി നന്ദന്തി തവേഹിതം ജനാഃ. എന്തിനാ ഭഗവാൻ ഇങ്ങനെ കൃഷ്ണനായി അവതരിച്ചതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ആ ഒരു അവതാരം നമ്മുടെ മകനായിട്ട് വരില്ല എങ്കിലും സ്വന്തം ഹൃദയത്തിൽ ആ കൃഷ്ണലീലകളെ കേട്ടും പാടിയും അനുഭവിച്ചും കഴിയാനായിട്ട് നമുക്ക് സാധിക്കും. സർവ്വവിധത്തിലും എത്രയോ ആപത്തുകളിൽ നിന്ന് ഭഗവാനെ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. കുന്തിദേവി ഒരു ലിസ്റ്റ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതുവരെ ഏതൊക്കെ ആപത്തുകളിൽ നിന്ന് തന്നെ ഭഗവാൻ രക്ഷിച്ചു എന്ന്. ഇങ്ങനെ എത്രയോ ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും അങ്ങ് തന്നെയാണ് എന്നെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവാധീനമില്ല എന്നൊരു വാക്ക് ഇനി ഞാൻ പറയില്ല. അല്ലേ? എന്തിനാ ഭാഗവതം എന്ന് വെച്ചാൽ ദൈവാധീനമേ ഇല്ല എന്ന് പറയുന്ന നമ്മൾ ഭാഗവതം കഴിയുമ്പോഴേക്കും ദൈവാധീനമേ ഉള്ളൂ എന്ന് പറയാൻ ആവണം. ഏതായാലും ഇവിടെ അത്തരത്തിൽ ഭഗവാനെ ഓർത്തുകൊണ്ട് ആപത്ത് വരുമ്പോഴൊക്കെ ഞാൻ ഭഗവാനെ ഓർത്തു. അല്ലേ? ആദ്യമൊക്കെ ആപത്തിനെ കാണുമ്പോൾ ഞാൻ ഭഗവാനെ വിളിക്കും. അപ്പോൾ ഭഗവാൻ വന്ന് എന്നെ രക്ഷിക്കും. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്തായെന്ന് വെച്ചാൽ ഇതൊരു ശീലമായി. ആപത്ത് വന്നാൽ വേറെ ആരും വിളിക്കേണ്ട ആവശ്യമില്ല, കൃഷ്ണനെ വിളിച്ചാൽ മതി. അപ്പം എന്താ? ആപത്ത് വരലും കൃഷ്ണനെ വിളിക്കലും ഭഗവാൻ വരലും രക്ഷിക്കലും ഒപ്പം കഴിയും. കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോൾ എന്തായെന്ന് വെച്ചാൽ കൃഷ്ണൻ വന്നു പോയതിന് ശേഷമാണ് ഒരാപത്ത് വന്നു പോയി എന്ന് മനസ്സിലാവുക. കൃഷ്ണൻ വന്നത് ആപത്തിൽ നിന്ന് രക്ഷിക്കാനാണെന്ന് മനസ്സിലാവുക. ചുരുക്കി പറഞ്ഞാൽ ആപത്തിൽ ഭഗവാനെ വിളിച്ചിപ്പോൾ ആപത്തിനെ കാണാനില്ല, കൃഷ്ണനെ മാത്രമേ കാണാനുള്ളൂ എന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തി. അങ്ങയുടെ അവതാരത്തിന് എത്രയോ കാരണങ്ങൾ ഭക്തന്മാർ പറയുന്നുണ്ട്. അല്ല, എന്തിനാ ശരിക്കും അങ്ങ് ഇങ്ങനെ അഭിനയിച്ചത്? കുന്തിദേവി ആ അമ്മയുടെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് കൃഷ്ണന് തന്നെ കാണിക്കുന്നുണ്ട്. എന്താ ഫോട്ടോയിൽ? ഗോപ്യാദതേ ത്വയി കൃതാഗസിതാമതാവൽ യാതേ ദശാശ്രുകലിലാഞ്ചന സംഭ്രമാക്ഷം. ഹൃദയത്തിൽ കുന്തിദേവി സൂക്ഷിച്ച ഒരു ബാലലീലയുടെ ചിത്രം കൃഷ്ണനെ തന്നെ കാണിക്കുക. എന്താ ചിത്രത്തിലുള്ളത് എന്ന് വെച്ചാൽ, യശോദ കൃഷ്ണൻ്റെ 2 കൈയും കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. കാര്യമായിട്ട് കൃഷ്ണനോട് എന്തോ ചോദിക്കുന്നുണ്ട്. അല്ലേ? ഫോട്ടോ ആണ്, വീഡിയോ അല്ല, അതുകൊണ്ട് വേറെ ഡയലോഗൊന്നുമില്ല. കൃഷ്ണനാണെങ്കിലോ കൺമഷിയൊക്കെ മുഖത്ത് തേഞ്ഞു പോയിട്ടുണ്ട്. പേടിച്ച് ആ അമ്മയുടെ മുഖത്തേക്ക്, യശോദയുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കുന്നുണ്ട്. ആ നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാം എന്തോ കാര്യമായിട്ട് ഒപ്പിച്ചിട്ടുള്ള നിപ്പ.
ഇങ്ങനെ നിൽക്കുന്നതായ ആ ഭഗവാന്റെ മുഖത്ത് എന്തൊരു പേടിയാറിയോ? ആരെ? യശോദയെ. ആരാ ഈ കൃഷ്ണൻ? ബിഭേതി അല്ലേ? ഭയത്തിന് ഒരു ദേവതയുണ്ടെങ്കിൽ ആ ദേവത ഭയക്കുന്നത് ആരെയാ എന്ന് ചോദിച്ചാൽ ഈ ഭഗവാനെ ആയിരിക്കും അല്ലേ? പേടിക്കുക യശോദയെ. ആര്? ഭഗവാൻ. നാളെ നമുക്ക് കേൾക്കാം ദേവഹൂതിക്ക് മുൻപിൽ യദ്ഭയാൽ വാതിവാതോയം സൂര്യസ്തപതി മദ്ഭയാൽ വരുഷതീന്ദ്ര ദഹത്യഗ്നി മൃത്യുശ്ചരതി മദ്ഭയാൽ. സൂര്യൻ കൃത്യമായി ഉദിക്കുന്നതും അഗ്നി ജ്വലിക്കുന്നതും ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നതും ഒക്കെ എന്നെ ഭയന്നിട്ടാണ് എന്ന് പറയുന്ന അതേ ഭഗവാൻ യശോദ എന്ന അമ്മയുടെ കയ്യിലുള്ള ഒരു മയിൽപ്പീലി തണ്ടിനെ പേടിച്ചു എന്നുണ്ടെങ്കിൽ അത് അഭിനയം മാത്രമാണ്. എന്തിനാ ഇങ്ങനെ അഭിനയിച്ചത്? എന്തിനാ ഭഗവാൻ കൃഷ്ണനായി അവതരിച്ചത്? ചിലർ പറയും ദേവകീ വസുദേവന്മാരുടെ പുണ്യമാണ്, ചിലർ പറയും ഭൂമിയുടെ ഭാരം തീർക്കാനാണ്, ചിലർ പറയും നന്ദഗോപാദികൾ ചെയ്ത തപസ്സിൻ്റെ ഫലമാണ്. എന്നാൽ കുന്തിദേവി പറയുന്നു എന്തിനാ കൃഷ്ണാവതാരം? എന്തിനാ കൃഷ്ണാവതാരം? ശൃണ്വന്തി, നമുക്കിങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട്. കൃഷ്ണാവതാരം എന്തിനാ വെച്ചാൽ കേൾക്കാൻ വേണ്ടിയിട്ട്. കേൾക്കണമെങ്കിൽ എന്തു വേണം? ഗായന്തി, പാടണം. അപ്പോൾ ശ്രീകൃഷ്ണലീലകളുടെ പ്രത്യേകത എന്താ? അത് പാടാം, അത് കേൾക്കാം. പാടലും കേൾക്കലും മാത്രമാണോ? അല്ല, അത് ഹൃദയത്തിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും നമുക്ക്. കണ്ണൻ്റെ ലീലകൾ ഓരോന്നും വെവ്വേറെ എണ്ണി എണ്ണി കണ്ണിൽ കാണാകേണം അല്ലേ? കണ്ണൻ എന്ന് പേര് വന്നത് തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ അകക്കണ്ണിൽ, നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ വച്ചൊരു കൃഷ്ണലീല പറഞ്ഞാൽ അത് നമുക്കിപ്പോൾ അനുഭവമായിട്ട് നമ്മുടെ ഉള്ളിൽ കാണാൻ പറ്റും അല്ലേ? യശോദ അടുക്കളയിൽ എന്തോ കാര്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം പതുക്കെ നേരെ വന്ന് ആ പടിയുടെ മുകളിൽ ഇവിടെ ഇരുന്നു, അടുക്കള പടിയുടെ മുകളിൽ. അപ്പം യശോദ പറഞ്ഞു, കണ്ണാ ഇങ്ങനെ പടിയുടെ മുകളിൽ ഇരിക്കാൻ പാടില്ല. അപ്പം അടുത്ത ചോദ്യം, അതെന്താ പടിയുടെ മുകളിൽ ഇരുന്നാൽ? അപ്പം പറയും അത് ഇരിക്കാൻ പാടില്ല. അതെന്താ ഇരുന്നാൽ? അപ്പോഴാണ് യശോദ പറഞ്ഞു കൊടുക്കുക, പണ്ട് ഹിരണ്യകശിപു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ദുഷ്ടനായിട്ടുള്ള ഒരു രാജാവ്, അയാൾക്ക് നാമഞ്ജപം കേട്ടാൽ തന്നെ വല്ലാത്ത ദേഷ്യം വരും. അങ്ങനെ പരമദുഷ്ടനായി ഹിരണ്യകശിപു എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രഹ്ലാദൻ എന്ന് പേരുള്ള ഒരു കുട്ടി, ഒരു മകനുണ്ട്. പ്രഹ്ലാദൻ എന്ന് പറഞ്ഞിട്ട്, നിന്നെപ്പോലെ കറുത്തിട്ടൊന്നല്ല, നിന്നെപ്പോലെ പ്രഹ്ലാദൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്, പരമഭക്തൻ. ഈ പ്രഹ്ലാദൻ നാമം ജപിച്ചപ്പോൾ ഹിരണ്യകശിപുവിന് ദേഷ്യം വരും. ഒരു ദിവസം ഈ ഹിരണ്യകശിപു ചോദിച്ചു, ആരാടാ നിൻ്റെ നാരായണൻ? ആരാ നിൻ്റെ നാരായണൻ എന്ന് ചോദിച്ചപ്പോൾ സകല ചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹിരണ്യകശിപു ചോദിച്ചു, എങ്കിൽ ഈ തൂണിൽ എന്തുകൊണ്ട് കാണണില്ല? പ്രഹ്ലാദൻ പറഞ്ഞു, കാണുന്നുല്ലോ. ഉടനെ ഹിരണ്യകശിപു പോയി തൂണിനങ്ങ് ഇടിച്ചു കണ്ണ. എന്നിട്ട് കഥ കേൾക്കുക, കണ്ണൊക്കെ ഇങ്ങനെ വിടർത്തിയിട്ട് ആദ്യമായിട്ട് കേൾക്കുക. ഇതെന്താ സാധനം എന്നറിയില്ലല്ലോ. തൂണങ്ങ പിളർന്നില്ലേ? എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ മഹാവിഷ്ണു നരസിംഹമായിട്ട് പുറത്തേക്ക് വന്നു. അതെന്താ സാധനം? പിന്നെ നരസിംഹ വർണ്ണന. നരസിംഹം എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ മനുഷ്യൻ്റെ ഉടൽ, ഇവിടുന്ന് മുകളിലേക്ക് സിംഹത്തിൻ്റെ തലയ, ഉയർത്തിപ്പിടിച്ച ചെവികൾ, സടാരോമങ്ങൾ, ഉണ്ടക്കണ്ണുകൾ, കടിച്ചു പിടിച്ച ദംഷ്ട്രകൾ. ഇപ്പോൾ യശോദയുടെ മുഖം കണ്ടാൽ ഒരു മുക്കാൽ നരസിംഹമായിട്ടുണ്ട്. ആ നരസിംഹാവതാരം കേട്ട് പടിയുടെ മുകളിൽ പേടിച്ച് നിൽക്കുന്ന ആ കൃഷ്ണൻ അങ്ങനെയുള്ള നരസിംഹമൂർത്തി അട്ടഹസിച്ചു കൊണ്ടെന്ന് യശോദ അങ്ങ് പറയുമ്പോഴേക്കും പടിയുടെ മുകളിൽ നിന്ന് ഒരൊറ്റ ചാട്ടം അമ്മയുടെ മടിയിലേക്ക്. അയ്യോ എനിക്ക് പേടിയാവണമല്ലോ എന്നുള്ള ഭാവത്തിൽ യശോദ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അന്ന് നരസിംഹമൂർത്തി പടിയുടെ മുകളിൽ ഇരുന്നിട്ടാണ് ഹിരണ്യകശിപുവിനെ കൊന്നത്. അതുകൊണ്ട് നരസിംഹമൂർത്തിക്ക് പടിയുടെ മുകളിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഇത് കേട്ടപ്പോൾ അമ്മയോട് പറഞ്ഞു, എന്നാൽ നേരത്തെ പറയണ്ടേ, എന്നാൽ എനിക്കും ഇരിക്കാം. അല്ല, നരസിംഹമൂർത്തിക്കേ ഇരിക്കാൻ പറ്റുള്ളൂ. അല്ല, എന്നാൽ എനിക്കും ഇരിക്കാം. ഈ യശോദയ്ക്കുണ്ടോ പറഞ്ഞാൽ മനസ്സിലാവണു, ആ നരസിംഹമൂർത്തി തന്നെയാ തൻ്റെ മുമ്പിൽ ഇപ്പം ഇരിക്കണ ആൾ എന്ന്. ഇത് ഭാഗവതത്ത് പറയണമെന്നില്ല, ഞാനും നേരിട്ട് കണ്ടിട്ടുമില്ല. പക്ഷേ
ഈ ഒരു കഥ പറയുമ്പോഴേക്കും ഒരല്പസമയം നമ്മുടെ ഉള്ളിലും ആ ഒരു രംഗം കാണാൻ നമുക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കൃഷ്ണകഥകളെ പാടിയും കൃഷ്ണകീർത്തനങ്ങളെ ചൊല്ലിയും കൃഷ്ണലീലകളെ ഹൃദയത്തിൽ സ്മരിച്ചും ഭവപ്രവാഹോ പരമം പദാംബുജം, ഏതൊരു ജീവനും ഈ ഭവസാഗരത്തിന് മറുകരയ്ക്കെത്താൻ സാധിക്കും. അത് തന്നെയാണ് ശ്രീകൃഷ്ണലീലകളുടെ ഏറ്റവും വലിയ മധുരവും മാഹാത്മ്യവും. എത്ര പാടിയാലും എത്ര കേട്ടാലും മതിവരാത്തതായ ആ കൃഷ്ണലീലകളിൽ സദാസമയവും ഹൃദയം ചേർന്ന് രതിമുദ്വകദാദഗ്ധ ഗംഗമുഖമുദന്വതി, ആ ശ്രീകൃഷ്ണ പാദത്തിലേക്ക് ഗംഗാപ്രവാഹം പോലെ ഇടമുറിയാതെ ഒഴുകുന്നതായ പ്രേമധാര ഉണ്ടാവണേ എന്നാണ് ഭാഗവതത്തിൽ ഏറ്റവും അധികം ഭക്തന്മാർ ചോദിക്കുന്നത്. ഈ ഒരു രതിയാണ്. ഉദ്ധവൻ പോലും രതിസ്യാദനപായിനിയും അല്ലേ, ഇടമുറിയാതെ ഒഴുകുന്നതായ ഭക്തി. നമുക്കൊക്കെ ഭക്തിയുണ്ട്, പക്ഷേ അതങ്ങനെ എപ്പോഴും ഒഴുകുന്നൊരു പ്രേമമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളതായ ഭക്തന്മാരുടെ സ്തുതികൾ അത് നമുക്ക് അത്തരത്തിലുള്ള പരമപ്രേമത്തെ തരുന്നതാണ്. ഏതായാലും യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന സ്തുതിയോടെ ആ കുന്തിദേവി ശ്രീകൃഷ്ണ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിക്കുന്നു. സർവ്വവിധത്തിലും ഭഗവാന്റെ പാദത്തിലേക്ക് കുന്തിദേവി നമസ്കരിച്ചു. കുന്തിദേവി ആഗ്രഹിച്ച ഒരു സമ്മാനം അത് ഭഗവാൻ കൊടുക്കുകയും ചെയ്തു. എന്തിനാ ഇത്ര ഗംഭീരമായിട്ട് കുന്തിദേവി ഭഗവാനെ സ്തുതിച്ചത്? ഇത് കഴിഞ്ഞാൽ നമ്മളൊക്കെ ടി വിയിൽ കാണുന്നത് പോലെ വത്സ എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിക്കും എന്ന് കരുതിയിട്ടല്ല, യാതൊന്നും ഭഗവാനിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുമല്ല. പിന്നെ ഈ ഒരു വാക്കുകൊണ്ട്, തൻ്റെ ഈ ഒരു സ്തുതി കൊണ്ട് കുന്തിദേവിക്ക് ഒരൊറ്റ മോഹമേ ഉള്ളൂ, കൃഷ്ണ സന്തോഷഹേതുകം, ഭഗവാന് തൻ്റെ കൃഷ്ണന് സന്തോഷമാവട്ടെ. അല്ലേ, ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ അമ്മമാർ കുളിപ്പിക്കുമല്ലോ എണ്ണയൊക്കെ തേച്ചിട്ട്. അപ്പോൾ ഈ പല്ലൊന്നും മുളയ്ക്കാത്ത ആ പ്രായത്തിൽ മടിയിൽ കിടത്തി അമ്മമാർ ഈ കുട്ടിയുടെ ശരീരത്തിൽ കയ്യിലും കാലിലൊക്കെ എണ്ണ തേപ്പിക്കുമ്പോൾ മിണ്ടാണ്ടാണോ തേപ്പിക്കുക? അല്ല, അമ്മ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ കുട്ടി സംസാരിക്കാൻ പോലും ആയിട്ടില്ല, ഒന്നും മറുപടി പറയൂല, അതിന് മനസ്സിലാവണമെന്നേ ഉണ്ടാവില്ല. എന്നാലും അമ്മ ഇങ്ങനെ ഈ കുട്ടിയുടെ കാല് പിടിച്ചു വലിക്കുമ്പോൾ, വലുതാകുമ്പോൾ നമുക്ക് ഫുട്ബോൾ കളിക്കണ്ടേ അല്ലേ, കൈ പിടിച്ചു വലിക്കുമ്പോൾ, ഇങ്ങനെ പല കഥകളും പറഞ്ഞ് ഇങ്ങനെ ഈ കുട്ടിയെ അമ്മ ഓമനിക്കുമ്പോൾ തൻ്റെ ഈ വാക്കിന് ആ കുട്ടിയിൽ നിന്ന് അമ്മ പ്രതീക്ഷിക്കുന്ന പ്രതിഫലം എന്താ വെച്ചാൽ, അല്ലേടാ കുട്ടാന്ന് ചോദിക്കുന്ന സമയത്ത് മോണ കാട്ടി അമ്മയെ നോക്കി ഒരു ചിരിക്കും. അപ്പോൾ ആ അമ്മയുടെ മനസ്സ് നിറയും. ഇതേപോലെ കുന്തിദേവി എന്തിനു വേണ്ടിയിട്ടാ കൃഷ്ണനെ നമസ്കരിച്ചത്, സ്തുതിച്ചതെന്ന് വെച്ചാൽ, മന്ദം ജഹാസ വൈകുണ്ഠോ മോഹയൻ ഇവമായയാ, ഇതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാ. തൻ്റെ പാദത്തിലേക്ക് ആ അമ്മ നമസ്കരിക്കേണ്ട താമസം, സ്തുതിച്ച് പ്രാർത്ഥിക്കേണ്ട താമസം, ആ അമ്മയെ നോക്കി ഭഗവാൻ ഒന്ന് ചിരിച്ചു എന്നാണ്. എന്താ ഭഗവാന്റെ പുഞ്ചിരിയുടെ പ്രത്യേകത നമുക്കറിയാലോ. ഹാസം ഹരേലവനലാകില ലോകതീവ്ര ശോകാശ്രുസാഗര വിശോഷണം അത്യുതാരം. തന്നെ ആശ്രയിക്കാൻ വരുന്ന ഭക്തന്മാരുടെ കണ്ണുനീർ കടലിനെ വറ്റിച്ചു കളയാനുള്ള കഴിവ് ഭഗവാന്റെ പുഞ്ചിരിക്കുണ്ട്. ആ ഒരു പുഞ്ചിരി കുന്തിദേവിക്ക് കിട്ടിയതോടെ സർവ്വവിധത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും ആ അമ്മ മോചിതയായി. അതേ ഭാവത്തിൽ ഈ ഒരു ഭാഗവത സേവയിൽ കൂടി നമുക്കും നന്നായി എന്ന ഒരു അനുമോദനത്തോടെ ഗുരുവായൂരപ്പൻ്റെ പുഞ്ചിരി ഏൽക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.